ഹലോ, ഞാൻ സുനി സജയ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ കൃപയാൽ ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബത്തോടൊപ്പമാണ്. കൊച്ചിന് ഫുൾ A+ കിട്ടിയതിൻ്റെ കൊച്ചിന് ഒരു ഡയമണ്ട് റിങ്ങും മാലയും എടുത്തു. മോൾക്ക് 10 ഫുൾ A+ ആണ്. ഇവർ ടീച്ചേഴ്സാട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വെഡിങ് കളക്ഷനിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സെലക്ഷനൊക്കെ? സാറോട് പറഞ്ഞ നല്ല സെലക്ഷനാണ്. ഞങ്ങൾ പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് ഓർത്ത് ഇങ്ങനെ വന്നതാണ്. ഫുൾ A+ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ സാധാരണ ഗോൾഡ് ഒന്നും വാങ്ങിക്കാറില്ല, ഡയമണ്ട്സ് ഒന്നും വാങ്ങിക്കാറില്ല. രേവതിയിൽ ഞങ്ങൾ സ്ഥിരം വരാറുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒന്ന് കയറിയതാ. സ്വർണ്ണം ഒന്നും മേടിക്കാറില്ല എന്നുള്ള ചിന്തയൊക്കെ മാറ്റി ചിരിച്ചിട്ട് നമുക്ക് സ്വർണ്ണമൊക്കെ മേടിച്ചോട്ടോ. പിന്നെ എല്ലാവരും കളിയാക്കി. ഞാൻ സ്വർണ്ണക്കട തുടങ്ങിയപ്പോൾ പിന്നെ ഭയങ്കര ആൾക്കാരെ ജനകീയ പ്രക്ഷോഭമാക്കുമെന്നാണ് കുറേ പേര് ഇവിടെ സ്വർണം മേടിപ്പിക്കാൻ. എനിക്ക് വയ്യ. എന്നാലും കൊച്ചുങ്ങൾക്ക് ഇതൊരു അസറ്റും ആലോ. കൊച്ചിന് കിടക്കി ഇടുകയും ചെയ്യാം, കൊച്ചിനും ഇടാം, അമ്മയ്ക്കും ഇടാം, അങ്ങനെയൊക്കെ മാറിയൊക്കെ ഇടാലോ. അപ്പം കൊച്ചിനും വലിയ സന്തോഷമാവും. സ്വർണം വിലയേറിയതാണ്. അപ്പോൾ വിലയേറിയ സമ്മാനമാണ് കൊച്ചിൻ്റെ റിസൾട്ടിന് മേടിച്ചു കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും മേടിച്ചു കൊടുത്തോ. സമ്മാനമൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ? ഡ്രസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കീറി പോകുമല്ലോ. സ്വർണ്ണമാകുമ്പോൾ എനിക്ക് 10 ഇത് കിട്ടിയെന്ന് പറഞ്ഞ് ഇത് അവിടെ ഇരുന്നോളും. ഇത് ഡിപ്രസിയേഷൻ വരില്ല, ഇത് ഇൻക്രീസ് ചെയ്യുമല്ലേ ഉള്ളൂ. അപ്പോൾ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. ഒത്തിരി ഐറ്റം ഉണ്ട്. എല്ലാ രീതിയിലുള്ള ഹെവി വെയ്റ്റും ഉണ്ട്, ലൈറ്റ് വെയ്റ്റും ഉണ്ട്, ഡയമണ്ട്സിൻ്റെ കളക്ഷൻ ഉണ്ട്, ഓൺലൈനുണ്ട്, പിന്നെ സ്കീമുണ്ട്. ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടാനും നിങ്ങൾ സ്കീമിലൂടെ കൂടെ. അപ്പം പണ്ടൊക്കെ എല്ലാ ചിട്ടികളില്ലേ, ചിട്ടിയുണ്ട്, പാത്രച്ചിട്ടി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വർണ്ണ ചിട്ടി കൂടാണ്ട് എങ്ങനെ സ്വർണം മേടിക്കും? സ്വർണ്ണ സ്കീമിലൂടെ കൂടെ. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ ധാരാളമായിട്ട് അവരെ കാണിച്ചോ, ധാരാളമായിട്ട് അനുഗ്രഹിക്കാം. ശരി എന്നാ.